Kiss me hard before you go. Summertime sadness. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബിഗ് സ്പീക്കർ സറപ്പ് എന്ന് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് പെണ്ണ് സെറ്റ് ആവണം, ലൈൻ സെറ്റ് ആവണം. ചിലവർക്ക് ആഗ്രഹമുണ്ട്, ചില ആണുങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പെണ്ണുങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് നല്ലൊരു പയ്യൻ വേണം, സെറ്റ് ആവണം, എപ്പോഴും ബ്രേക്കപ്പാണ്. അങ്ങനെ പല പല തെറ്റുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ആസ്ട്രോളജി പ്രകാരം പെണ്ണ് സെറ്റാകണം, ലൈൻ സെറ്റാകണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ 3 ഗ്രഹത്തിനെ ആക്ടിവേറ്റ് ആക്കേണ്ട കാര്യമുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്രയും നിങ്ങൾ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ ലൈൻ സെറ്റാവും ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ കൂടുതൽ അറിയണം. നിങ്ങളുടെ ഹോറോസ്കോപ്പ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എങ്കിലും പൊതുവേ ബേസിക്കായിട്ടുള്ള കാര്യം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിധം പ്രശ്നം ചെയ്താൽ പോകാൻ പറ്റും. ഇത്രയും ഞാൻ പറയുന്നു. പൂർണ്ണമായി സെറ്റാവുന്നൊന്നും ഞാൻ പറഞ്ഞൊന്നുമില്ല. പെണ്ണ് സെറ്റാക്കാൻ എന്ത് വേണം, അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പെണ്ണ് സെറ്റാക്കാൻ വേണ്ടത് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനാണ്, മൂൺ. രണ്ടാമത് വന്നത് ശുക്രനാണ്. ഈ 2 ഗ്രഹങ്ങളും ആക്ടിവേറ്റ് ആക്കിയാൽ മാത്രമേ പെണ്ണ് സെറ്റാവത്തുള്ളൂ. അപ്പോൾ ഈ 2 ഗ്രഹങ്ങൾ എങ്ങനെ ആക്ടിവേറ്റ് ആക്കാം? ചന്ദ്രൻ എങ്ങനെ ആക്ടിവേറ്റ് ആക്കാം? എന്ത് ചെയ്യാം? ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം പറയുക, ഇപ്പം നമ്മൾ കാണിക്കുന്ന പ്രവൃത്തി കൊണ്ട് വേറെ ആൾക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ, അവരുടെ മനസ്സിലൊരു പുഞ്ചിരി വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മൂൺ ആക്ടിവേറ്റ് ആകും. അതുമാത്രമല്ല, നിങ്ങളെ സ്വന്തം അമ്മയ്ക്ക് ഡ്രസ്സോ ഗിഫ്റ്റോ അവരെ സന്തോഷമാക്കുക. അവരെ സന്തോഷമാക്കാൻ നല്ല രീതിക്ക് എന്തെങ്കിലും ചെയ്യുക. അതുമാത്രമല്ല, ആഹാരം, ഫുഡ് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, കൊടുക്കുക, അന്നദാനം കൊടുക്കുക. ഈ പാവം പിടിച്ചവർക്ക് ഫുഡ് കൊടുക്കുക. പ്രത്യേകിച്ച് അമ്മമായ പ്രായത്തിൽ നമ്മൾ അമ്മമാരെ പോലെ പ്രായമുള്ളവർക്ക് ഫുഡ് കൊടുക്കുക. ഇപ്പോൾ നമ്മളത് ഒരുപാട് ഓൾഡ് ഏജ് സംഭവങ്ങളൊക്കെ ഉണ്ട്, വൃദ്ധസദനങ്ങളും അതുപോലെ ആൾക്ക് ഒരുപാട് കാര്യങ്ങളുള്ളൂ. അപ്പോൾ ഫുഡ് കൊടുക്കുക. ഇപ്പോൾ വിശപ്പുള്ള പൂച്ചയ്ക്കോ പട്ടിക്കോ ആർക്കായാലും ഫുഡ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഫുഡ് നല്ല രീതിക്ക് കൊടുക്കുക. പിന്നെ ഫുഡിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഹൈജീൻ കൃത്യമായി ശ്രദ്ധിക്കുക. മനസ്സിലായോ? അതുമാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, പിന്നീട് ഫുഡ് നല്ല രീതിക്ക് സപ്ലൈ ചെയ്യുക. പൊതുജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുക. അതും നല്ല രീതിക്ക് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവാകും, മൂൺ പോസിറ്റീവാകും. അതുമാത്രമല്ല, അമ്മയെടുത്ത് നല്ല കണക്ഷൻ വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ഹെൽപ്പ് ചെയ്യുക, അമ്മയെ സന്തോഷിപ്പിക്കുക. അതാണ് കാര്യം. ചിലവരൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പം ചില അമ്മ എന്തോന്ന്, ഇതാണ് കാര്യം. അപ്പോൾ 2 ഗ്രഹങ്ങളാണ് പ്രേമത്തിന് ആവശ്യം. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാരകനാണ്. അപ്പോൾ ചന്ദ്രന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബോണ്ടിങ് കിട്ടത്തുള്ളൂ. ശുക്രന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അട്രാക്ഷൻ കിട്ടത്തുള്ളൂ. അട്രാക്ഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, മനസ്സിൽ ബോണ്ടിങ് വേണം. മനസ്സ് ചന്ദ്രനാണ്. അപ്പം മനസ്സിനെ ആകർഷിക്കണമെങ്കിൽ മൂണിൻ്റെ ആക്ടിവേഷൻ വേണം. എങ്ങനെയാണ് ശുക്രനെ ആക്ടിവേറ്റ് ആക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയാം. ശുക്രനെ ആക്ടിവേറ്റ് ആക്കേണ്ട കാര്യം, നിങ്ങൾ എന്തോന്ന് ചെയ്യുക, കുട്ടികൾക്ക്, സ്ത്രീകൾക്ക് നിങ്ങൾ എന്തോന്ന് ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് മേക്കപ്പ് സെറ്റോ അല്ലെങ്കിൽ തന്നെ കൺമഷി, പൊട്ട്, അതേപോലത്തെ കാര്യങ്ങളൊക്കെ, അലങ്കാര വസ്തുക്കളൊക്കെ നിങ്ങൾ എന്തോന്ന് ചെയ്യുക, ദാനം ചെയ്യുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ എന്തോന്ന് ചെയ്യുക, നല്ല രീതിക്ക് ഒരുങ്ങുക, കുളിക്കുക, നിങ്ങൾ ഹൈജീനായിട്ട് നടക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. മനസ്സിലായില്ലേ? പിന്നെ കലാപരമായ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക, കലയെ പ്രോത്സാഹിപ്പിക്കുക, ഇതെല്ലാം ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീനസ് ആക്ടിവേറ്റ് ആവും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ മൂണാണ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ 3 കഴിഞ്ഞ വീഡിയോ പറയാൻ വിട്ടുപോയി, സോറി, മൈ മിസ്റ്റേക്ക്. പക്ഷെ അത് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. മനസ്സിലായില്ലേ? ചുരുക്കം പറഞ്ഞാൽ, നിങ്ങളൊരു പൊതുസ്ഥലത്ത് എത്രത്തോളം ഫുഡ് ദാനം ചെയ്യുക, പൊതുസമൂഹത്തിൽ, വീട്ടിലുള്ളവർക്കല്ല, പൊതുസമൂഹത്തിൽ എത്രത്തോളം ഫുഡ് ദാനം ചെയ്യുക, ഫുഡ് വിളമ്പി കൊടുക്കുന്നതായിരിക്കാം, ഫുഡ് പാചകം ചെയ്യുന്നതായിരിക്കാം, എന്തോ ആവാം. മനസ്സിലായില്ലേ? ഡയറക്റ്റ് ഇൻട്രാക്ഷനിലൂടെ. പിന്നെ വേറൊരു കാര്യം, മൂൺ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ബ്രേക്കപ്പ് സംഭവിക്കും. ഇതാണ് കാര്യം. മൂൺ നെഗറ്റീവ് ആവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരാളുടെ മനസ്സിലെ വേദനിപ്പിക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരാളുടെ മനസ്സ് ഹർട്ട് ചെയ്യുക, അപ്പം മൂൺ നെഗറ്റീവ് ആവും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഇപ്പോൾ ഞാനൊരു കാര്യം പറയും, ഇപ്പോൾ അയാൾ കൊല്ലാൻ വന്നു, അപ്പോൾ നമ്മൾ ചീത്ത വിളിച്ചു, അപ്പോൾ അവന് ഹേർട്ടായി. ആ കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ ഒരാളെ ഇപ്പോൾ ഇൻസൾട്ട് ചെയ്യുക,
അപ്പോൾ അവിടെ നിങ്ങളുടെ മോൻ നെഗറ്റീവ് ആവും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫുഡ് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും കൊടുക്കുക. പട്ടിക്കോ പൂച്ചയ്ക്കോ ആർക്കെങ്കിലും കൊടുക്കുക. അത് മാത്രമല്ല ഫുഡ് നിങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെയുള്ള സർവ് ചെയ്യുക. ഇല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് നിങ്ങൾ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകണം, നല്ലതാണ് കാറ്ററിംഗ് വർക്ക്. അതേപോലത്തെ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട പരിപാടി, ഫുഡ് വിളമ്പി കൊടുക്കുക. ഇതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇമോഷണൽ കണക്ഷൻ വരും. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നിങ്ങളെ ടെമ്പിളിലോ പള്ളിയിലോ ഫുഡ് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ എന്തോ ചെയ്യുക, നല്ല അടിപൊളി പെർഫ്യൂമൊക്കെ അടിച്ച് വീനസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന കോസ്റ്റ്യൂം ഇട്ടിട്ട് അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫുഡും കൂടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലവ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു പെണ്ണിനെ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ എന്ന് പ്രപ്പോസ് ചെയ്യുന്നു? നിങ്ങളൊരു 3 മാസം കഴിഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 മാസം മുമ്പേ നിങ്ങൾ അന്ന് അമ്മയെ നല്ല രീതിക്ക് ഹാപ്പി ആക്കുക. അമ്മയെ നിങ്ങളെ വീട്ടിൽ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ അവരെ ഒരുപാട് സന്തോഷിപ്പിക്കുക. ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, കോമഡി പറയുക, അല്ലെങ്കിൽ തന്നെ അവരുമായി നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കുക. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഫുഡ് നിങ്ങൾ മാക്സിമം കൊടുക്കുക, പ്രത്യേകിച്ച് ദാനം ചെയ്യുക. അതാണ് കാര്യം. പിന്നെ മനസ്സിന് സന്തോഷം കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ചെയ്യും, ഈ വീനസും മൂണും ആക്ടിവേറ്റ് ആവും. വീനസ് ആക്ടിവേറ്റ് ആക്കേണ്ട വീഡിയോ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പോയി എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാവും. അപ്പം വീനസിനെ ആക്ടിവേറ്റ് ആക്കുന്ന കാര്യം പറയുമ്പം ഞാൻ പറഞ്ഞ വീഡിയോയിലുള്ള കാര്യം മൊത്തം ചെയ്യണമെന്നൊന്നുമില്ല ഞാൻ പറയുന്നത്. മേക്കപ്പ് സെറ്റുകൾ, മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒന്ന് ദാനം ചെയ്യുക. നല്ല നല്ല ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുക. ചെയ്യുന്ന കരിയോ കൺമഷിയൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കുക. കലാപരമായിട്ട് വളരെ സപ്പോർട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ചുമ്മാ ഒരു പാട്ടിൻ്റെ ഡാൻസ് കളിച്ച് കുറച്ച് എൻ്റർടൈൻ ചെയ്യുക. നിങ്ങൾ മനസ്സിലായില്ലേ? ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീനസും അങ്ങ് ആക്ടിവേറ്റ് ആവും. മനസ്സിലായി? ഇല്ലെങ്കിൽ നിങ്ങൾ വേറെ ആൾക്ക് ഒരു പാട്ട് പാടി കൊടുക്കുക. പാട്ട് പാടിയുമ്പോൾ അവരെന്തായാലും ചിരിക്കും. ഇപ്പം നിങ്ങളുടെ പാട്ട് മോശമാണെങ്കിൽ പോലും ചിരിക്കും. നല്ലതായി കഴിഞ്ഞാൽ അപ്രിഷ്യേറ്റ് ചെയ്യും. എല്ലാം വീനസാണ്. മനസ്സിലായില്ലേ? ഒരാളെ മനസ്സ് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടൊന്നും പാടാതിരിക്കുക. എൻ്റർടൈൻ ചെയ്യുന്ന പാട്ടൊക്കെ പാടുക. പക്ഷേ നല്ലൊരു പാട്ട് പാടുക, അത്രയേ ഉള്ളൂ. പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് കലാപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, മിമിക്രി, മോണോ ആക്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ചെയ്യുമ്പോൾ വീനസ് ആക്ടിവേറ്റ് ആകും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുക, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക. എന്നിട്ട് നിങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോൾ വീനസ് ആക്ടിവേറ്റ് ആകും. അപ്പോൾ ഈ 2 കാര്യങ്ങളും വേണം. അപ്പം മൂൺ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ബോണ്ടിങ്. ഇപ്പോൾ ശുക്രനെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാത്രം പെണ്ണ് കിട്ടത്തില്ല. വീനസിനെ കൂടെ ആക്ടിവേറ്റ് ചെയ്യണം. ഈ 2 കാര്യങ്ങളും കൂടെ ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ പെണ്ണ് സെറ്റാകത്തുള്ളൂ. ഇത് 2 കാര്യങ്ങളെ ആക്ടിവേറ്റ് ആക്കുക, പെണ്ണ് സെറ്റാകും. അത്രയേ ഉള്ളൂ. പെണ്ണല്ല ആണായത് ശരി തന്നെ. ആണും പെണ്ണും എല്ലാവർക്കും, ഗേൾസിനും ബോയ്സിനും വേണ്ടിയുള്ള വിധിയാണ് ഇത്. മനസ്സിലായേ? അത്രയേ ഉള്ളൂ. അതാണ് കാര്യം. അതുമാത്രമല്ല, നിങ്ങൾ ദിവസം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഒരു ബ്രേക്കപ്പ് നടക്കുന്ന സമയത്ത്, മനസ്സിലായില്ലേ, ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞ് ഒരു പെണ്ണ് പോവാണ്. അത് കഴിഞ്ഞാൽ ഈ കുറച്ച് ദിവസം തൊട്ട് അമ്മയുമായിട്ട് അവർക്ക് ഗ്യാപ്പ് ഉണ്ടാകും. ഈ പെണ്ണിൻ്റെ അമ്മയുമായിട്ട് ഗ്യാപ്പ് ഉണ്ടാകും. അല്ലെങ്കിൽ തന്നെ അവിടെ വീട്ടിൽ പൈപ്പ് സംബന്ധമായി, വെള്ള സംബന്ധമായി ഇഷ്യൂ വരും. അതും അല്ലെങ്കിൽ ചെയ്യും, കഫക്കെട്ടും ജലദോഷവും സംഭവങ്ങൾ വരും. അപ്പം ഇതെല്ലാം ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ തന്നെ അത് മൂണിൻ്റെ ഇൻഫ്ലുവൻസ് ആണ്. കഫക്കെട്ടായാലും ലിക്വിഡ് സംബന്ധമായിട്ടുള്ളത്. അതുമാത്രമല്ല, അമ്മയുമായിട്ടുള്ള ഇഷ്യൂ. അമ്മയെന്ന് പറയുമ്പോൾ തന്നെ അത് ചന്ദ്രജന്യമാണ്. അപ്പോൾ ഇതെല്ലാം നെഗറ്റീവായിട്ട് വരും ഇവർക്ക്. അപ്പോൾ ഇതാണ് കാര്യം. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾക്ക് മൂഡ് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് വരും. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മൂഡ് സ്വിങ്സ് ആയിരിക്കും. ഇപ്പം നിങ്ങളൊരു കടയിൽ പോകുന്നുണ്ട്. നിങ്ങളൊരു കടയിൽ പോകുന്നു, സാധനങ്ങളെ നോക്കുന്നു, നിങ്ങൾക്കൊരിക്കലും തൃപ്തി വരത്തില്ല ഒരു കാര്യത്തിൽ. മൂഡ് സ്വിങ്സ് ആയിരിക്കും. മനസ്സിലായില്ലേ? മൂഡ് സ്വിങ്സ് വന്നു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയമാണ് നിങ്ങൾക്ക്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്ക്. അതുമാത്രമല്ല, അമ്മയുമായിട്ടുള്ള വിഷയം കാണും, നല്ല അടിയും പിടിയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ തന്നെ എപ്പോഴും ഇപ്പോൾ
മൂൺ നെഗറ്റീവായാലും പോസിറ്റീവായാലും അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സംഭവിക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്.